ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ? ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. എന്റെ മുന്നിൽ ഇനി വേറെ മാർഗമൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് എന്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കണമെന്ന് എല്ലാവർക്കും തോന്നാം. പക്ഷെ ഇച്ചിരിക്കണ്ടത്തിൽ പാപ്പച്ചന്റെ മകൻ തുമ്മിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നു. ഈ നിൽക്കുന്ന കാച്ചപ്പള്ളിപ്പറമ്പിൽ വറീദിന്റെ മകൾ സാറാമ്മയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ കൽപ്പനയും അനുസരിച്ച് ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ ചെയ്യുന്നു. ഇതെന്താ ഇത്? സാറേച്ചിയുടെ മനസ്സമ്മതായിട്ട് ഒരു സന്തോഷമില്ലാണ്ട് ഇങ്ങനെ മാറി നിക്കണേ. അതിന് മനസ്സിന് സമ്മതം ഉണ്ടായിട്ടല്ലല്ലോ ഇത്. ഒരു മനസ്സമ്മതം കൂടി ഈ അടുത്ത് തന്നെ ഉണ്ടാവൂലേ? അതന്നെ ചാർജുട്ടിയെ, ഈ മനസ്സമ്മതങ്ങളും കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ വർക്കിച്ചിന് കാര്യമുള്ളൂ. വർക്കിച്ചന് ഈ അടുത്ത് തന്നെ ഒരു സദ്യക്കുള്ള വകുപ്പ് ഉണ്ടാവും. അതാരേണ്ട? അതൊക്കെ ഉണ്ട്. എന്തായാലും എന്റെ ഉണ്ടാവും പോണില്ല. വെറുതെ അല്ല ഇങ്ങനെ സദ്യ ഒന്നും ഇല്ലാണ്ട് നടക്കണ ജുബയ്ക്ക് നീട്ടം കൂട്ടിട്ട്. കണ്ണുകളിൽ എന്തുട്ര ജോർജ് കുട്ടിയെ, നീ പള്ളിയിൽ നിന്ന് നേരത്തെ പോന്നാ? അത് പിന്നെ ഏർപ്പാട്ടാ തുണികള് കുറച്ച് അലക്കാണ്ടായിരുന്നേ. അങ്ങനെ സാറയുടെ കാര്യം രക്ഷപ്പെട്ടല്ലേ? രക്ഷപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വിധിച്ചതല്ലേ നടക്കുള്ളൂ, കൊതിച്ചത് നടക്കണില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്റെ കാര്യം മറന്നാ? അതെന്താ ഏർപ്പാട്ടാ അങ്ങനെ പറഞ്ഞ? ഞാനത് മറക്കൂ? അത് ശരി. ഇനി കൊച്ചു രസിച്ചിയുടെ കാര്യ അത് നോക്കേണ്ടത് ഏർപ്പാട്ടനാട്ടോ. അതും വിധിച്ചതല്ലേ നടക്കൂ, കൊതിച്ചത്. ഇന്നലെ രാത്രിയും കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങിയതാ എന്റെ കൊച്ച. ഇത് എവിടെ പോയി? മേരി കുഞ്ഞേ, മേരി കുഞ്ഞേ, എടി കൊച്ചിനെ ഓടി വാടി. എന്റെ മോളെ കാണാനില്ലടി. ഇന്നലെ രാത്രി കൂടെ ഒന്നിച്ച് ഞാൻ ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് നിന്റെ കാര്യത്തിലാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവ് പോലും ഇത്രയും അനുഭവിച്ചു കാണില്ല.
അയ്യോ അയ്യോ, ആ ഞാൻ ഇവിടെ ഇരിക്കായിരുന്നോ? അയ്യോ അയ്യോ ഏർപ്പാടാക്കിയേട്ടാ, റപ്പായേട്ടാ അവിടെ. അയ്യോ വയറിൻ്റെ തീക്കിടാ അലയുന്ന നേരവും അടരാട്ടമെന്തിനോ ഞൊടി മാത്രമുള്ളൊരു യാത്രയിൽ ഒടുവിലൊരു പോലെ നാം എല്ലാം അടിയുവതൊരേ മണ്ണിൽ കലുതം കനലും കരളിൽ കരുതി ചൂടാൻ മറന്നോ ചിരി. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. എന്തു വർത്താനേ പറഞ്ഞ ഇടന്നെ നല്ലൊരു ദിവസമായിട്ട് മനുഷ്യൻ ഒരു തിരിച്ചാലം പയ്യെ നീ എന്നോട് പൊറുക്കണം. അന്നത് കഴിഞ്ഞ പിന്നെ കർത്താവാണ് മനസ്സമാധാനായിട്ടൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് ആരിലെ വർക്കിച്ച അങ്ങനെ തന്നെയാണല്ലോ. ഈ ചോറിന്റെ ഉള്ളിൽ നിന്ന് കരയല്ലേ ചോറ് കൊടുത്തേ ബൈക്ക് കുറച്ച് ചോറ് കൊടുത്തേ ഇതുകൊണ്ടാ സാമ്പാർ സാമ്പാർ കൊണ്ടാ. നല്ലൊരു ദിവസമല്ലേ, വയറ് നിറച്ച് അങ്ങോട്ട് കഴിക്കട്ടാ. വെള്ളം നിറച്ച് കൊടുക്ക് കഴിക്കട്ടെ. ഈ മിണ്ടാണ്ട് ഞണ്ടിട്ട് ഏറ്റുപാടാർന്ന് വലിയ കൂടുതൽക്കാൻ നിൽക്കുന്നത്. കഴിച്ചോ കഴിച്ചു കഴിച്ചു കഴിച്ചു.
കഴിക്കാൻ പറ്റുന്ന വർക്കിച്ച. മനസ്സ് വേദനിക്കണ്ട് എന്നിട്ട് പോട്ടെ. അവന്റെ പള്ളിയിലേക്ക് കയറില്ലേ? പയ്യെ അന്റെ പുരികൊന്ന് വളഞ്ഞാലും കണ്ണൊന്ന് തെറ്റിയാലും എനിക്ക് അറിഞ്ഞൂടെ തോന്നി. സ്വന്തം പറയൊരുത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്ന് മാറിയോ. ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കരീം സാഹിബിനോടാ. അന്നേ ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞയച്ചിണ്ടെങ്കില് അതിക്ക് തിന്നാനാ. അല്ലാതെ ഇക്കണ്ട മണിമാളിക മുഴുവൻ വാങ്ങി തന്ന് അതിലിങ്ങനെ സുഖിപ്പിച്ച് ജീവിപ്പിക്കാൻ തണ്ട പ്രാന്ത. കരീമിനൊരു പൂതി തോന്നിയാലേ അതെന്ത് ബല കൊടുത്തു ഞാൻ മേങ്ങും. എന്ത് ബല കൊടുത്തു. അതിനുള്ള ഭയൊന്നിക്കൊരു വിഷയല്ല, ലക്ഷ്യം. അതാണ് എന്റെ ഉന്നം. ഇക്കോളം വേണം. അത് കൊറേ കാലായിട്ടുള്ള എന്റെ മനസ്സിലൊരു പൂതിയ. അതിനാണ് ഞാൻ ഓളെ എന്റെ പറ്റില് വരവിപ്പിച്ച്. ഓളെ ഞാൻ അത്ര കണ്ട് മോഹിച്ചടാ. അല്ലെങ്കിലേ ഓളെ ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. സാഹിബ് മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറക്കുഞ്ഞിനൊന്നും ഇവിടം വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടം വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടി ഒന്ന് വന്നോട്ടെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. സാറക്കുഞ്ഞേ, എന്തൊരു കിടപ്പാ മോളേത്. സാറക്കുഞ്ഞേ, കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിനെ മറ്റൊരുത്തിന് കൂട്ടി കൊടുക്കുന്ന നീ മനുഷ്യനാണോടാ? സാർക്കിച്ചിന്റെ കരച്ചിലല്ലേ ആ കേക്കണത്? വിശന്ന് പൊരിഞ്ഞ വയറ് കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തിയ. ഒരൊറ്റ രാത്രി കൊണ്ട് നീ തൊലച്ചു കളഞ്ഞത്. കെട്ടിയ പെണ്ണിനെ കൂട്ടി കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ച. കരീം സാഹിബ് തൊമ്മിക്ക് ദൈവ. സാഹിബിന് വേണ്ടി തൊമ്മിയുടെ ജീവൻ വരെ കൊടുക്കും. പിന്നെ അല്ലേ കെട്ടിയ പെണ്ണ്. സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അതാരെ കൊന്നിട്ടായാലും. നിന്നെ പോലെ ഒരു ആഭാസന് കരീം സാഹിബ് ദൈവോ രാജാവോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത്. നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്ന്. വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത. പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടുന്നു.
വിഷമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് എന്തിനാ വിഷമിക്കണേ? അതൊക്കെ പോട്ടെ, എങ്ങോട്ടാ പോണേന്ന് പറ. അതൊക്കെ പറയാം. ഒന്നും കാണാണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. എവിടെ പോവാ രണ്ടാളും കൂടെ? മുതലാളി, ഞങ്ങള് ജീവിച്ചു പൊക്കോട്ടെ. ഞങ്ങളെ വിട്ടേക്ക്. നീ ഇങ്ങോട്ട് പോരടി. ഓന്റെ തൊടിയിലെ പൈത്ത മൈസൂർ കൊല ആ ഏരപ്പൻ എറപ്പായി കണ്ടിട്ടില്ലാന്ന്. അല്ലേലും ഈ നാട്ടിലെ കൊറേ കൊലേന്റെ ഉള്ളി കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പൂട്ടിന്. ആ പണി ചെയ്താലും നന്നായി എടുക്കുന്നുണ്ട് തുമ്പി. ഇനിയിപ്പൊ ഞാൻ തന്നെ തിന്ന് തീർക്കണ്ടതൊക്കെ. ആരാൻ തിന്നുമ്പോ അങ്ങനെ നോക്കിന്ന കൊതി പിടിക്കുമ്പോ കൊണ്ട് പന്നിക്കിട്ടൊടുക്കേ. ഇനിയിപ്പ അവാട വേണ്ട, പെല്ലാട വേണ്ട, കഴിയും കണ്ട മണ്ണെങ്കിൽ ും വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങിയോൻ അജി. ക്കും വേണ്ടി ഇനി എന്തു ചെയ്യുന്നു അറിയാം. പക്ഷേ കാലാവസ്ഥ നമ്മക്കത്ര അനുകൂലം. അതുകൊണ്ട് ഇജൊന്ന് മാറി നിൽക്കണതാണ് ബുദ്ധി. അത് ശരിയാ. ആ കൊച്ചു ത്രേസ്യ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ആട്ടിച്ച് കൊല്ലണം.
ഉം.